ബൈജു തിട്ടാല, ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഖമനയുടെ വധത്തിൽ ഇന്ത്യ അനുശോചനം അറിയിച്ചു എന്നുള്ളതാണ്. മിണ്ടുന്നില്ല പ്രധാനമന്ത്രി എന്നുള്ള ആ ഒരു വിമർശനം രാഹുൽ ഗാന്ധി തുടരുകയാണ്. അതിനിടെയാണ് വിക്രം മിശ്രി ഇന്ന് അനുശോചന ബുക്കിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇറാൻ സ്ഥാനപതി കാര്യാലയത്തിൽ ചെന്ന് അദ്ദേഹം അങ്ങനെ അനുശോചനം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ നിലപാടില്ല എന്നുള്ള വിമർശനത്തിന് ഇപ്പോൾ അറുതിയായിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ അങ്ങനെയല്ല മഞ്ജുഷ അതിനെ കാണുന്നത്. ഇപ്പോൾ പോയി അനുശോചനം പറഞ്ഞത് there was no other way. അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പൊസിഷൻ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ വളരെ കൃത്യമായി ഇവൻ ഇന്റർനാഷണൽ മീഡിയ, ഇവൻ ഇന്ത്യൻ മീഡിയ, ഇന്ത്യൻ ഓപ്പോസിഷൻ പാർട്ടികൾ വളരെ കൃത്യമായി അതിനെ അഡ്രസ് ചെയ്യുകയുണ്ടായി. അഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ there was no other way other than going and giving a condolence. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയാം, ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, കൺട്രി വാസ് ബുള്ളിഡ് ഇൻ ടു ഇറ്റ്. നമ്മൾ ഇതിന്റെ അകത്ത് സമാധാനമാണ് ആകാംക്ഷിക്കുന്നത് പറയുമ്പോൾ എന്റെ ഒരു ഒറ്റ ചോദ്യം ഇതാണ് മഞ്ജുഷേ. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വാറണ്ട് ഇട്ടിരിക്കുന്ന ഒരാളാണ് നെതന്യാഹു. ചില രാജ്യങ്ങളിൽ ചെന്നാൽ ആ വാറണ്ടോടിന്റെ അധികാരത്തിൽ വെച്ചുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം. ഇന്റർനാഷണൽ വാറണ്ട്, അതായത് അറ്റ് ലാർജ്, സമ്മൺ ഈസ് അറ്റ് ലാർജ് നമ്മൾ ലീഗൽ ടൈമിൽ പറയും. അതായത് ആൾ മുങ്ങി നടക്കുകയാണ്, വാറണ്ട് ഉണ്ട്, ഇയാളിനെ പിടിക്കണം എന്നുള്ളതാണ് വാറണ്ട്. അങ്ങനെ വാറണ്ട് ഇഷ്യൂ ഉള്ള ഒരാളിന്റെ കൂടെ നമ്മളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയി അവിടെ പോയി ഒരു മീറ്റിംഗ് നടത്തി. അതിൽ എന്താണ് നടന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് വളരെ നിഷ്പക്ഷമായ ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നതെന്ന് മോഡേൺ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു പിടിവാശിയായി. പക്ഷെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുമ്പോൾ അവിടെ 1 കോടിയോളം ഇന്ത്യക്കാർ ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇറാനെ ഇന്ത്യ ഈ യുദ്ധത്തിൽ അനുകൂലിക്കുക? ഇന്ത്യയുടെ നമ്മുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി സിൻസ് 1947. നമ്മൾ ഇതിന്റെ അകത്തൊരു നോൺ അലൈൻമെന്റിലാണ് നിന്നിരുന്നത്. ആ നോൺ അലൈൻമെന്റിൽ നിൽക്കുമ്പോൾ ഈ ഇല്ലീഗലായ ഒരു ആക്ഷനെ, ഇല്ലീഗലായ ഒരു അസോൾട്ടിനെ കൃത്യമായി അവിടെ വെച്ച് തന്നെ അതിനെ കൺഫ്രണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റായി പോയി എന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും പറഞ്ഞ പോലെ പറയേണ്ട ബാധ്യത നമുക്കുണ്ടായിരുന്നു. നമ്മളത് പറഞ്ഞില്ല. ബട്ട് എനിവേ നമ്മൾ കളം മാറ്റി, ഇപ്പൊ നമ്മളതിലേക്ക് അടുക്കുന്നു. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു ചോദ്യം, ഇതൊരു മീഡിയേഷനുമായി ഇന്ത്യ ചെന്നാൽ എത്ര കണ്ട് ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മീഡിയേഷൻ എങ്ങനെയാണ് മഞ്ജുഷേ? അല്ലല്ല, അനുശോചന കുറിപ്പിൽ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തെ ഇന്ത്യ പൂർണ്ണമായിട്ടും എതിർക്കുന്നു എന്ന രീതിയിൽ അതിനെ പറയുവാനും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വൈകി വന്ന ഒരു അനുശോചനം കൂടിയാണിത്. ഒരു ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കൊല്ലപ്പെടുമ്പോൾ അതിലുള്ള ഔദ്യോഗിക അനുശോചനം അറിയിക്കലിന് അപ്പുറം പോയിട്ടില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ അകത്തൊരു ഒരു മീഡിയേറ്റർ ആകാൻ പോകുന്നത്? അതായത് കേൾക്കാം, പറഞ്ഞോളൂ. ഒരു റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ, അതായത് വെസ്റ്റേൺ കൺട്രീസ് കൃത്യമായി ചൈനയെയും റഷ്യയെയും ബുള്ളി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇന്റർനാഷണൽ റൂൾ ബേസ്ഡ് സിസ്റ്റത്തിലാണ്. ഇന്റർനാഷണൽ റൂൾ ബേസിലൂടെ മാത്രമേ മറ്റൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേസ് ഈ ഒരു അറ്റാക്കിൽ ഇപ്പൊ ഇത് എനിക്ക് എന്റെ ഒരു റീഡിങ് ഇങ്ങനെ ഞാൻ പറയാം. അതായത് 2006 നമ്മുടെ ഈ ഇസ്രായേലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്നലെ ഒരു ടിവിക്ക് പുള്ളി ഇന്റർവ്യൂ കൊടുത്താണ്. അതായത് ഇതിൽ ഈ നമ്മുടെ വെനസ്വേലയിലെ പൊളിറ്റിക്കൽ ലീഡറിനെ അവിടെ പോയി ചെന്ന് പിടിച്ചെടുത്തോണ്ട് പോകുന്ന പോലെ വളരെ സിമ്പിളായി ഇവിടെയും കയറി ഇദ്ദേഹത്തെ തട്ടിയിട്ട് വളരെ സിമ്പിളായി ഇറങ്ങിപ്പോരാം എന്നുള്ളൊരു മെസ്സേജ് കൃത്യമായി നെതന്യാഹു കൊടുത്തിട്ടുണ്ട്. ഒരു വേൾഡ് പീസിന്റെ ലീഡർ ആകാം എന്ന് പറഞ്ഞ് യാതൊരുവിധ കണക്കുകൂട്ടലുകളുമില്ലാതെ അദ്ദേഹം പോലും പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ പേര് യാഹൂദ് ഓൾമാർട്ട്. അദ്ദേഹം പറയുന്നത് ഈ യാതൊരുവിധ പ്ലാനും ഇല്ലാതെയാണ് ഇതേ രീതിയിൽ ഒരു അറ്റാക്കിന് ഇറങ്ങിയത്. അത് വളരെ കൃത്യമാണ്.
4 വേർഷനാണ് അമേരിക്കൻസ് തന്നെ ജനങ്ങളോട് പറയുന്നത്. അത് ഒന്ന് ആദ്യം പറയുന്നു റെജീം ചേഞ്ചിനെ പറ്റി പറയുന്നു. റെജീം ചേഞ്ച് പിന്നീട് പറയുന്നു അവിടെ ന്യൂക്ലിയർ ആർമമെന്റ്സിനെ പിടിച്ചെടുക്കാനും തീർക്കാനും വേണ്ടിയാണ് പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്തോളം, മാസങ്ങൾക്ക് മുമ്പ് ഈ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം ഒബ്ലിറ്റേറ്റർ ചെയ്തു എന്ന് പറഞ്ഞ പ്രസിഡന്റാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അതോടെ പിടിച്ചെടുക്കാൻ പോവുകയാണ്. പിന്നീട് ഇന്നലെ നമ്മുടെ മാർക്കോ റൂബിയോ പറയുന്നത് നമ്മളുടെ പ്രിയംറ്റീവ് സ്ട്രൈക്ക് ആയിരുന്നു. പിന്നീട് അതിനുശേഷം റിപ്പബ്ലിക്കൻസിന്റെ ഹൗസ് ലീഡർ ഹൗസിലെ ലീഡർ ഇന്നലെ പത്രത്തിന് കൊടുത്ത ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ, അവിടെ റെജീം ചേഞ്ച് വാസ് നോട്ട് അജണ്ട. അവിടെ ഈ മിസൈലുകൾ പിടിച്ചെടുക്കുക, യുറേനിയം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഇൻട്രസ്റ്റ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് പറയുമ്പോൾ പോലും ഇതിനു മുമ്പ് ഈ സാധനം പിടിച്ചെടുത്തു എന്ന് 12 days വാർ ഇത് പിടിച്ചെടുത്തു എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതേ രീതിയിൽ ഇന്ത്യ എക്കാലത്തും അഗ്രഷനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബ്രിട്ടൻ പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു, സ്പെയിൻ പറഞ്ഞു. നമ്മൾ ഇതിൽ എന്തുകൊണ്ടാണ് ഇതിനെ തള്ളി പറയുക? യാതൊരുവിധ കോൺഗ്രസിൽ അപ്രൂവൽ ഇല്ല, ഒരു UN ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ട്രംപ് ആർട്ടിക്കിൾ 2 അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് യാതൊരുവിധ ലിജിറ്റിമസി ഇല്ലാതെ ഇതിനെ കയറി അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ആ അറ്റാക്ക് ചെയ്ത ആക്ടിനെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ തള്ളിപ്പറയുന്നു. നോൺ അലൈൻമെന്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല മറുപടി. എന്തായാലും ഇവിടെ ഇറാൻ ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ തിട്ടപ്പെടുത്താത്ത, അന്താരാഷ്ട്ര സമൂഹത്തിന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആയുധശേഖരമുണ്ട് എന്നാണല്ലോ. അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ടെറൈൻ എന്ന് പറയുന്നത് ഏതാണ്ട് 60% അടുപ്പിച്ച് മലനിരകളുള്ളതാണ്. അതിലെ ഗുഹകളിൽ പാറക്കെട്ടുകളിൽ ഗുഹകളുണ്ട്. ആ ഗുഹകളിലെല്ലാം ആവശ്യത്തിലധികം ഡ്രോണുകളും മിസൈലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്ചറുകൾ അവർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ യുദ്ധത്തിന് അവർ ഇനിയും തയ്യാറാണെന്നുള്ളത് തന്നെയാണത് കാണിക്കുന്നത്. അവർക്ക് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് അവരുടെ രാജ്യം രക്ഷപ്പെടുമെങ്കിൽ അതിന് അന്തസ്സായ ഒരു സ്റ്റാൻഡ് വരുമെങ്കിൽ മാത്രമെന്നുള്ളതാണ് അവരിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി. ഇതിനിടയിൽ ഇന്ത്യ എങ്ങനെ ഇടപെടണമെന്ന് നമുക്ക് വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1 കോടി ഇന്ത്യക്കാർ GCC രാഷ്ട്രങ്ങളിൽ കിടക്കുകയാണ്. അവരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഡിപ്ലോമസിയാണ് ഏറ്റവും യോജിച്ചതെന്നുള്ള പ്രധാനമന്ത്രിയുടെ നയം ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.